അസ്സലാമു അലൈക്കും. സാബിറ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. പുതിയ ചാനലാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് അറിഞ്ഞുകൂടാത്തോല് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കാണുന്ന വീഡിയോസിൻ്റെ താഴെ ഒരു കറുപ്പ് നിറത്തിൽ എഴുത്ത് കാണും. പണ്ടല്ല അത് ചുവന്ന നിറത്തിലാണ്, ഇപ്പം അത് കറുത്ത നിറത്തിലാണ്. കറുപ്പ് നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് എന്നുള്ള എഴുത്ത് കാണും, ഇങ്ങനെ നീളത്തിലുള്ള ചെറിയ കള്ളിയിലാക്കിയിട്ടുള്ള. അതങ്ങ് തൊട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. ഒരുപാട് ആൾ അറിഞ്ഞുകൂടാത്തുണ്ട് എന്നെ പോലത്തെ. എനിക്കും പണ്ടൊന്നും അറിഞ്ഞുകൂടേന്. പിന്നെ ഞാൻ പറയാൻ വേണ്ടി വന്നത്, പിന്നെ നമ്മളെ കുറേ ഉസ്താദുമാരുടെ ഫോട്ടോ, മറ്റുള്ള ഫോട്ടോ, എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ഓരോരുത്തർ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ഇപ്പോൾ ഒരാൾ പിന്നെ വീഡിയോ ചെയ്ത് ഞാൻ കണ്ടു. ഞാനിപ്പോൾ കാണുന്നത് 3-4 ദിവസമായിട്ട് ഒരു ഇട്ടിട്ട്, പിന്നെ ഈ തട്ടം തലയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യാം. അതേ സ്ഥാനത്ത് മുസ്ലിങ്ങൾക്ക് എന്തും ചെയ്യാം. മുസ്ലിങ്ങൾക്ക് അങ്ങനെ, ഹിന്ദുക്കൾക്ക് അങ്ങനെ പ്രത്യേകമൊന്നുമില്ല. വേണ്ടാത്തത് ഒന്നും ആരും ചെയ്യാൻ പാടില്ല. അത് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും. അല്ലാണ്ട് മുസ്ലിങ്ങൾ ഭയങ്കര നല്ലത്, ഓലിക്കൊന്നും ചെയ്യാൻ പാടില്ല, ഓലൊന്നും ചെയ്യാതെ ഹിന്ദുക്കൾക്കെല്ലാം ചെയ്യാം, അങ്ങനെ ഒന്നുമില്ല. അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും മറ്റുള്ളവരെ വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ മറ്റുള്ളവരെ എടുക്കാനോ അങ്ങനെ കണ്ടേ ഒന്നും ചെയ്യാൻ പാടില്ല. അല്ലാണ്ട് മുസ്ലിങ്ങൾ മാത്രം വലിയ പുണ്യാളവയെ മറ്റുള്ളവരെല്ലാം പോക്കാം, അങ്ങനത്തതൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ തട്ടം തലയിലിട്ടാൽ എന്തും കളിക്കാന്ന് പറയുന്നുണ്ടല്ലോ, അത് മുസ്ലിങ്ങൾ തന്നെ എന്നാ പറയുന്നത്, ഹിന്ദുക്കളെ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഒരു ഏറ്റവും നല്ല ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഈ തലയെ തട്ടം ഇട്ടിട്ടാണല്ലോ ഞാനിങ്ങനെ ഡാൻസ് കളിക്കുന്നത്, വീഡിയോ ചെയ്യുന്നത്, വയത് പറയുന്നത്, പോകുന്നത്, പേരുന്നത് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. തട്ടം തലയിട്ടിട്ടല്ലോ. അത് ഞാനൊരു മുസ്ലിമാണ്. ഞാൻ എൻ്റെ ചെറിയ സമയത്ത് പഠിച്ചതാണ് തലയെ തട്ടണമെന്ന്. അതൊരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി ആണ്. അത് നിങ്ങളാരെ പേടിച്ചിട്ടൊന്നല്ല ഞാൻ തട്ടം തലയിൽ ഇടുന്നതും ഇടാത്തതും കേട്ടോ. ഞാൻ എൻ്റെ യൂട്യൂബിൽ വരുന്നതും മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറയാത്തത് കൊണ്ട് എൻ്റെ വീഡിയോസിന് വ്യൂസും കുറവാണ്. കുറ്റം പറഞ്ഞിട്ടിടുന്ന എല്ലാവരുടെ വീഡിയോസിനും നല്ലോണം വ്യൂസ് ഉണ്ട്. അത് മുസ്ലിങ്ങൾ തന്നെ പോയിട്ട് കാണുന്നത്. കുറ്റം കാണലും ഹറാമ്, കേൾക്കലും ഹറാമ്, കൈകൊണ്ട് കാണലും എഴുതലും ഹറാമ് എന്ന് പറഞ്ഞത് അങ്ങനത്തെ മുസ്ലിങ്ങൾ തന്നെയാണ്. തേച്ചു കുറ്റം കേൾക്കുവാനും കാണുവാനുള്ള വീഡിയോസ് പോയി നല്ലോണം കാണും. നമ്മൾ കുറ്റം പറയാത്തതുകൊണ്ട് നമുക്ക് അത്ര തന്നെ വേണ്ടു. നമ്മൾ ഒരു പരാതിയോ പരിഭവം ഒന്നും പറയുന്നതല്ല. അത്രയും നമുക്ക് പണത്തിന് അത്യാഗ്രഹമൊന്നും ഇല്ല. ഇപ്പം നാളെ സ്ഥിതി നമുക്ക് പറയാൻ പറ്റൂല. അപ്പം തലയെ തട്ടയിടുന്നത് ഞാൻ നിങ്ങളാരെയും പേടിച്ചിട്ടല്ല, ഒരൊറ്റ മഹലൂക്കിനെയും പേടിച്ചിട്ടല്ല. എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയാണ് എനിക്ക് ഞാൻ തലയിടുന്നത്. പിന്നെ പർദ്ദയും അക്കനെയാനൊക്കെ ഞാൻ പറഞ്ഞില്ലേ, 38 വയസ്സിലെ മെൻസസ് നിന്ന് പോയത് കൊണ്ട് എനിക്ക് ഭയങ്കര ചൂടാണ്. സ്കിന്നിൻ്റെ ഡോക്ടറെ വരെ കാണിച്ചിട്ട് ഭയങ്കര ചൂടാണ്. പർദ്ദയും അക്കനെ ഇട്ട് കഴിഞ്ഞ് ഇതൊന്നും നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ലേ, കാര്യത്തിലേക്ക് വരുന്നതാണ് ഞാൻ. അപ്പോൾ ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ചൂട് കൊണ്ട് ബക്കറ്റ് നേറ്റം വെള്ളം പറഞ്ഞതിനോട്ട് മേൽ കൂടി ഉണ്ടാവും, ഇങ്ങനെ പൊഴുവായിട്ട് ഇരിക്കുന്നതിനോട്ട് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകും. നമ്മളെ മേത്തുനിന്ന് കഴുകിപ്പോകുന്നതെല്ലാം ഉപ്പ് വരാം. ആ വേർപ്പൊന്ന് നക്കിയൊക്കെ നിങ്ങൾ വെറും ഉപ്പാണ്. അത് ഇങ്ങനെ ഇങ്ങനെ ഉപ്പ് വരെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോയി എനിക്ക് ക്ഷീണവും തലകറക്കലും വരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പർദ്ദയും അക്കനെയൊക്കെ ചൂട് കൊണ്ടാണെങ്കിൽ ഞാൻ മരിക്കുന്ന രീതിയിൽ അത്രയും പുകച്ചലും നിങ്ങൾക്കുള്ള ചൂട് പോലൊന്നല്ല. അപ്പം മെൻസസ് നേരത്തെ കാലത്ത് നിന്ന് പോയവർക്ക് അങ്ങനെ സംഭവിക്കുമെന്നാണ് ഡോക്ടർമാരും പറഞ്ഞത്. അപ്പം പിന്നെ അതുകൊണ്ടാണ് പർദ്ദയും അക്കനിട്ട് വിടാത്തത്. നിങ്ങളാരും പേടിച്ചിട്ടോ നിങ്ങളെന്തോ വിചാരിക്കുന്നത്, ഒന്നൊറ്റ കുട്ടീനെ എനിക്ക് പേടിയില്ല. എനിക്ക് എൻ്റെ മുത്തുനബീനെ അള്ളാഹുവിനെ കേട്ടോ. മുത്തുനബീനെ അള്ളാഹിനെ പേടിച്ചിട്ടാ വണ്ണ ഇനി മാധ്യമത്തിൽ തുള്ളുന്നേ. അതെൻ്റെ ശരീരത്തോടുകൂടി അങ്ങനെ തുള്ളറ് വയറ് പോക്കറ് എന്നല്ല 80% പെണ്ണുങ്ങളോട് പറഞ്ഞത് പെണ്ണുങ്ങളെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. പല കാമപ്പരാന്തന്മാരെ ആണുങ്ങൾ നിങ്ങളെ കൊത്തിച്ചീന്തും വിചരിക്കപ്പെടും. വണ്ണേ 80% നമ്മളെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. പർദ്ദയും അക്കനിൽ പോയാലും ഉടുതുണില്ലാണ്ട് പോയാലും ഇട്ടുപോയാലും പെണ്ണ് സൂക്ഷിച്ചാൽ അത് നല്ലത് തന്നെ. പക്ഷേ ദൂരയാത്ര പെണ്ണുങ്ങൾ ഒറ്റക്ക് ചെയ്യരുത്, രാത്രി സമയം ഒറ്റക്ക് ചെയ്ത് അതെല്ലാം മുത്തുനബി അള്ളാഹു പറഞ്ഞ് വളരെ കറക്റ്റാണ്. കൂടെ ആളുണ്ടായിട്ട് നിങ്ങൾ ചെയ്തോളൂ. എല്ലാം ഞാൻ പാലിക്കുന്ന ആളെ തന്നെ. ഞാൻ എൻ്റെ മതത്തെ ഒരിക്കലും ഞാൻ ലംഘിക്കൂല. പക്ഷേ ലംഘിക്കുന്നത് ഹലാലും ഹറാമും നിങ്ങളതൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവരെ കുറ്റങ്ങൾ എന്തുണ്ടെന്ന് ചിന്തുന്ന നിങ്ങളോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തലയെ തട്ടയിട്ട് കഴിഞ്ഞാൽ
എന്തും ചെയ്യാന്ന് ഏതല്ലോ ആൾക്കാരെല്ലാം പറയുന്ന കേട്ടിക്ക്. ഈ തലേ തട്ടം എന്ന് പറഞ്ഞാല് എന്നെ കൊണ്ടായിരിക്കും പറഞ്ഞു, ഈ തലേ തട്ടിട്ട് കുറെ മുസ്ലിങ്ങൾ ഉണ്ടല്ലോ യൂട്യൂബില്. തട്ടിട്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യാം. തുള്ളുന്നതിനേ ഇല്ല, ചാടുന്നതിനേ ഇല്ല, ഡാൻസ് കളിക്കുന്നതിനേ ഇല്ല, എന്നെ കൊണ്ട് പറഞ്ഞിട്ട് മരണത്തുള്ള തുള്ളുന്നതിന്. തട്ടിട്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യാം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? ഇവിടെ ഒരു മുസ്ലിമായ ഒരു മനുഷ്യനൊന്ന് തുള്ളണമെന്ന് തോന്നി, ഒരു മാധ്യമത്തിലൊന്ന് ഇറങ്ങണം തോന്നി, മാധ്യമത്തിൽ ഇറങ്ങുമ്പോൾ തട്ടം വലിച്ചു ചാടുവാൻ പറ്റുക? അന്നേരം ഹിന്ദു ഏതാ മുസ്ലിം ഏതാന്ന് തിരിയാ? തലച്ചോറ് തീരെ ഇല്ലാത്തവര് തന്നെ 20% വേർഡ് കമന്റുകാരും മറ്റു ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് അറിയാൻ ആരാന്ന്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ തട്ടം തലയിലിട്ട എന്തും ചെയ്യാം. ഞാൻ പറഞ്ഞു കൊണ്ടാകുന്ന വാക്കുകൾ ഇപ്പം ഇതുവരെ പറഞ്ഞതൊന്നല്ല, പറയാൻ വേണ്ടി വന്നത് ഈ വിഷയമാണ്. ഇനിയാണ് തുടക്കം. ഈ പർദ്ദയും മക്കനിട്ടിട്ട് കണ്ണ് മാത്രം കാട്ടി നടക്കുന്നവരെ കണ്ടാൽ, അത് മാധ്യമത്തിലായാലും അത് പുറത്തായാലും, ഭയങ്കരം തീനെയാണ്, ഭയങ്കരം നല്ലതാണ് പർദ്ദ. ഞാൻ നിങ്ങള് തട്ടിട്ടിട്ട് എന്തും ചെയ്യാന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കട്ടെ, പർദ്ദയും മക്കനും കണ്ണും കെട്ടിയാൽ എന്തും ചെയ്യാം, എന്തും ചെയ്യാം അല്ലേ? അതിന് സിറാത്ത് പാലം മക്കളെ സ്വർണത്തിന്റെ കനിയാണ്. ആ പർദ്ദയും മക്കനേട്ട് കണ്ണ് മാത്രം കാണിച്ച് നടക്കുന്നവർക്ക് സിറാത്ത് പാലം ഓടിക്കടക്കാം. അവരുള്ളൊന്നും നോക്കൂല, മനസ്സെന്താണോ ഈ പർദ്ദേന്റെ മക്കനിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത്, എന്താ കാട്ടിക്കൂട്ടുന്നത്, നോ പ്രോബ്ലോ, നോ പ്രോബ്ലോ, അതൊന്നും നോക്കൂല. നമ്മൾ അല്ലാഹുത്താല അതൊന്നും നോക്കൂല. നിങ്ങൾ പർദ്ദ ഇട്ടോ മക്കനിട്ടോ കണ്ണ് മറച്ചു മുഖം മറച്ചോ, നിങ്ങൾ സ്വർഗത്തിന്റെ കൊള്ളിയാണ് അല്ലേ? ഈ തട്ടത്തിന്റെ വേഷമിട്ട് തുള്ളിക്കളിച്ചാൽ പൊന്നാര പൊന്നുമക്കളെ തലച്ചോറ് നിങ്ങൾക്ക് ഇല്ലേ? ഇതെല്ലാം പണ്ടേത്തെ പെണ്ണുങ്ങളോടും കുട്ടികളോടും പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങൾക്ക് അത് വിശ്വസിക്കും പെണ്ണുങ്ങൾ. ഇന്ന് മാധ്യമത്തിൽ കണ്ടുവരുന്ന എന്തെന്നാടോ, ആണുങ്ങൾ വരെ വാർത്തയും മക്കനിട്ടിട്ട് കൊള്ളക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നില്ല? പെണ്ണുങ്ങളെ വീട്ടു ധർമ്മത്തിന് പോയിട്ട് പെണ്ണുങ്ങളെ കൊല്ലുന്നതും, പിന്നെ പല സ്ഥലത്ത് പോയിട്ട് ആക്രമിക്കുന്നതും, കക്കുന്നതും, കൊള്ളയടിക്കുന്നതും എന്തെന്നാ? ഈ തട്ട ഇട്ടിട്ടല്ല, പർദ്ദയും മക്കനെയും മുഖം മറക്കുന്ന ഹിജാബും ഇട്ടിട്ടല്ല പോന്നെ അല്ലേ? അപ്പൊ അതെന്തു പറയും? എന്നാൽ ഒരു സ്വർഗത്തിലാ അല്ലേ? ഈ കണ്ണ് മാത്രം കാണിച്ച് നടക്കുന്ന മുഖം മൂടി പർദ്ദയും മക്കനും കൈക്ക് ഷോക്സ് കാലിന് ഷോക്സ് ഇട്ട് കണ്ണ് മാത്രം കാട്ടി നടക്കുന്നോലെ വിശ്വസിക്കാൻ പറ്റൂല. എങ്ങനെ വിശ്വസിക്കണ്ടേ? അവനാണാണോ പെണ്ണാണോ എന്ന് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? എന്റെ മതത്തിനെ കുറ്റം പറയുകയല്ല, എന്റെ മതത്തിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയൂല. നിങ്ങൾ എന്നെ ആരെതിർത്താലും ആരെന്ത് പറഞ്ഞാലും എന്റെ മതം എനിക്ക് വലുതാണ്, അവരിക്കവരെ മതം വലുത് എന്ന് വിചാരിച്ച് ഞാനൊരു വെറും മുസ്ലിം സ്നേഹി മാത്രമല്ല. എനിക്ക് ജാതി മതമില്ല, പണക്കാറ് പൈസക്കാറ് എന്നെനിക്കില്ല. ഞാൻ ഒരേ സ്വരത്തിൽ ഒരേ സ്നേഹത്തിൽ സ്നേഹിക്കുന്നവരാണ് ഞാൻ. അത് എൻ്റെ വീട്ടിലെ കല്യാണത്തിന് വന്ന ആ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ അറിയാ. അവര് പരസ്പരം പറയുന്നത് പലരും കേട്ടിട്ട് പറഞ്ഞ ചരിത്രമുണ്ട്. സാബിറാക്ക് മതം ഇല്ല, സാബിറാക്ക് ഹിന്ദു മുസ്ലിം എന്നില്ല, ഒരേപോലെ സ്നേഹിക്കുന്നവളാണ് സാബിറ എന്ന് എൻ്റെ നാട്ടിലെ മുസ്ലിങ്ങൾ വരെ എൻ്റെ കല്യാണത്തിന് വരെ പറഞ്ഞ ചരിത്രം ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഹിന്ദു മുസ്ലിം എന്നുള്ള ചാഞ്ചാട്ടം എനിക്കില്ല. പക്ഷേ ഞാനൊരു മുസ്ലിമല്ലേ, എനിക്കെന്റെ മുസ്ലിമിന്റെ രക്തമല്ലേ ശരീരത്തിലോടുന്നത്. ഹിന്ദുക്കളതായ അമ്പലം, അവരെ പ്രാർത്ഥന, അവരെ മതം, അത് അവർക്ക് വലുതാണ്. അതുപോലെ എനിക്കെന്റെ മതത്തിനോട് എനിക്കും വലുതുണ്ട് എന്ന് വിചാരിച്ചിട്ട് വർഗീയതോ മതഭേദമോ കാട്ടുന്ന ആളല്ല. അതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ. തട്ടമിട്ടിട്ട് എന്തും ചെയ്യാ എന്ന് പറയുന്നുണ്ടല്ലോ മാധ്യമത്തിൽ വന്ന് ചില തൊപ്പിയിട്ടോലും മറ്റുള്ളോലും. നിങ്ങള് പർദ്ദയും മക്കനെയും കണ്ണും കെട്ടി നടക്കുന്നോലെ കഥ നിങ്ങൾ പറയുന്നില്ലേ? ഇന്ന് ഭൂരിപക്ഷവും എന്തിനാണ് നിങ്ങൾ അറിയോ? എന്തിനാണ് പർദ്ദയും മക്കനെയും മുഖം മറക്കുന്നത്? ഏത് കാര്യത്തിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ? പണ്ടെല്ലാം ഉപയോഗിക്കുന്നത് ആ പെണ്ണിന്റെ സുരക്ഷിതത്തിന് വേണ്ടി തന്നെയാണ്. കൊടയും ചൂടും
പണ്ടത്തെ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വടകര മഹല് വടകര ജില്ല എന്ന് പറഞ്ഞാൽ വടകരയിൽപ്പെട്ടെന്ന് പോയി വടകരക്ക് അങ്ങനെ ജില്ലയില്ല, അതെനിക്കറിയാം, കോഴിക്കോട് ജില്ല. പക്ഷേ നമ്മളെ വടകര ജില്ല എന്ന് പറയുന്നത് ഈ വടകര ഇടയിലാണോ പെട്ടത്, വടകരയിൽപ്പെട്ട ഇടയിലാണോ, അതാണ് ഞാൻ വടകര ജില്ല എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. വടകര ജില്ലയിൽ തന്നെയുണ്ട് പണ്ട് കാലത്ത് പർദ്ദയും മക്കനും കണ്ണും കെട്ടി കൊടയും ചൂടി താത്തിപ്പിടിച്ചു പോകുന്ന ഒരുപാട് ഓരോ ഭാഗക്കാരുണ്ടായിരുന്നു വടകര ജില്ലയിൽ തന്നെ അന്നത്തെ കാലം. ഇന്നത്തെ കാലം ആ പർദ്ദയും മക്കനും കണ്ണു മാത്രം കാണിച്ച് നടക്കുന്ന ആൾ ഏത് രൂപത്തിലാണെന്ന് നിങ്ങൾ അറിയോ? അപ്പം അത് ഒന്നിനല്ല. പർദ്ദയും മക്കനും കണ്ണു മുഖം മൂടി നടക്കുന്നവര് അത് എന്തും ചെയ്യാന്നില്ല, അത് എന്തും ചെയ്യാൻ നിങ്ങൾ ആരും പറയുന്നില്ല. ഞങ്ങളൊരു തട്ടമിട്ടതിന്റെ പേരിൽ തട്ടമിട്ടുകൊണ്ട് തുള്ളിക്കളിച്ചത് കൊണ്ട്, തട്ടമിട്ടത് കൊണ്ട് ഓടിക്കളിച്ച് മാധ്യമത്തിലിട്ടത് കൊണ്ട് തട്ടമിട്ടാൽ എന്തും ചെയ്യാ, തട്ടമിട്ടാൽ എന്തും കാട്ടാ എന്ന് നിങ്ങൾ പറഞ്ഞു വരുന്നുണ്ടല്ലോ. പക്ഷെ പർദ്ദയും മക്കനേന്റെ ഉള്ളിലും മുഖംമൂടിയുടെ ഉള്ളിലും എന്താ നടക്കുന്നതെന്ന് നിങ്ങൾ കാണുന്നില്ല, അതിനെപ്പറ്റി നിങ്ങൾ പറയുന്നില്ല. എന്തുകൊണ്ടാ പറയാത്തെന്താ? എനിക്കെന്റെ കൂട്ടുകാരിയായ എന്നോട് ഒരാൾ എന്നോട് ചോദിച്ചിക്ക്, സാബിറ പർദ്ദേന്റെ ഉള്ളിലൊന്നും നടക്കൂലേ എന്ന് എന്നോട് ചോദിച്ചൊരു സമയമുണ്ടായിരുന്നു. മനസ്സിലായോ? നമുക്കെല്ലാവർക്കും പർദ്ദയും മുഖം മൂടിയും കൈക്ക് ഷോക്സ് കാലിന് ഷോക്സ് ഇന്ന് ഈ വ്യഭിചാരത്തിനും ഇന്ന് മറ്റുള്ള കൊള്ളക്കും കൊലക്കും ഏറ്റവും നല്ല ഒരു കാരണമായി, ഏറ്റവും നല്ലൊരു വസ്ത്രമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അത് നിങ്ങൾ മറച്ചു വെച്ച് ഇന്ന് നിങ്ങൾ പറയുന്നത് തട്ടമിട്ടാൽ എന്തും കാട്ടാ, തട്ടമിട്ടാൽ എന്തും ചെയ്യാനെന്ന് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ പ്രതികരിക്കും. പിന്നെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ ഒരുപാടുണ്ട്. ഞങ്ങളെപ്പോലത്തെ തള്ളച്ചിമാർ അടങ്ങ് എന്നും പറഞ്ഞ് ഞങ്ങളെ സമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങളെ മോശക്കാരത്തിയാക്കി വെക്കുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങൾ അതിൻ്റെ ഒരു മീറ്റിംഗ് കൂടാൻ പോകുന്നുണ്ട്. കാരണം ബാല്യക്കാർത്തികൾ മാധ്യമത്തിൽ വന്ന് ജീൻസ് പാൻറ്റും ഇത്രയുള്ള കുപ്പായവും ഇത്രയുള്ള മറടവും കാണിച്ച് മുസ്ലിം പെൺകുട്ടികൾ തുള്ളിക്കളിക്കുമ്പോൾ അതിന് ശകാരിക്കാൻ ഒരാളും വരുന്നില്ല. അവര് മണാലിയിൽ പോകുന്നുണ്ട്, അവര് ടൂറിന് പോകുന്നുണ്ട്, കോപ്രായങ്ങൾ കാട്ടുന്നുണ്ട്, അതിനൊന്നും നിങ്ങൾ പ്രതികരിക്കുന്നില്ല. ഒരു നബീസുമ്മ മണാലിൽ പോയി ഒരു മഞ്ഞുകട്ട ഭാര്യതിന് അത്രയും ഭർത്താവില്ലാണ്ട് കഷ്ടപ്പെട്ട് പെൺകുട്ടികളെ വളർത്തി വലുതാക്കി. ഇപ്പം പെൺകുട്ടികളൊന്ന് അവരെ ടൂറിനൊന്ന് കൊണ്ടുപോയി മണാലിൽ നിന്ന് മണ്ണ് വാരിയപ്പോൾ ഈ നബീസുമ്മാനെ പറ്റിയിട്ട് നിങ്ങൾ ആരൊക്കെ വയല് പറഞ്ഞിക്ക്, നിങ്ങൾ ആരൊക്കെ പ്രസംഗിച്ചിക്ക്? എന്നാൽ ഈ പർദ്ദയും മക്കനും കണ്ണ് കെട്ടിപ്പോകുന്നവരെ കൊണ്ട് നിങ്ങൾ പ്രസംഗിച്ചോ? അവർ ചെയ്യുന്ന ക്രൂരതകൾ, അവർ കാട്ടിക്കൂട്ടുന്ന സംഗതികൾ നിങ്ങൾ പ്രസംഗിച്ചോ? ബാല്യക്കാർത്തി കുട്ടികൾ എന്തെല്ലാം കോപ്രായങ്ങൾ കാട്ടുന്നത് നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടോ? അത് ഒന്നോ രണ്ടോ വാക്കുകൾ കൊണ്ട് അത് ചുരുക്കി പറയുന്നതില്ലേ? ഞങ്ങളെപ്പോലത്തെ തള്ളച്ചിമാരെ കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്, എന്തൊക്കെയാണ് നിങ്ങൾ വിളിച്ചു പറയുന്നത്? ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഞങ്ങൾക്കൊന്ന് മാധ്യമത്തിൽ ഇറങ്ങണ്ടേ, ഞങ്ങൾക്ക് ഞങ്ങളതായ ലോകമില്ലേ? ബാല്യക്കാർത്തി കുട്ടികളാണോ ചെയ്തുകൂടൂ? ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത ഏത് പെൺകുട്ടികളാണുള്ളത്? ഇന്ന് 10 വയസ്സ് 8 വയസ്സാകുമ്പോൾ തന്നെ മാധ്യമത്തിൽ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത പെൺകുട്ടികൾ ഏതാ ഉള്ളത്? നിങ്ങൾ സംസാരിക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നുണ്ടോ? തള്ളച്ചിമാർ അടങ്ങ്. 40 വയസ്സ് കഴിഞ്ഞാൽ ദിക്റും ചൊല്ലി അകത്ത് കുത്തിരിഞ്ഞോള്. 40 വയസ്സ് കഴിഞ്ഞാലാണോ മരിക്കുകയുള്ളൂ? ഇന്ന് ചെറുപ്പക്കാർ കുട്ടികളല്ലേ മരിച്ചത്? എന്റെ നാട്ടിൽ നിന്നാണ് ഒരു മോൻ ഗൾഫിൽ നിന്ന് മരിച്ചത്. വണ്ടിയിൽ മറ്റേ ചൂട് ആക്കിയിട്ട് 28 വയസ്സായ മോനാണ്. എത്ര ബാല്യക്കാർത്തികളും മരിക്കുന്നു. എത്ര മരിക്കുന്നു. ഇവർക്കും സലാത്തും ദിക്റും ചെല്ലണ്ടേ? 40 വയസ്സ് കഴിഞ്ഞോല അടിച്ചടിപ്പിലാക്കുക. ഞങ്ങൾ ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട്. ഞങ്ങളെ ഇങ്ങനെ അടിച്ചാക്ഷേപിക്കുമ്പോൾ ഞങ്ങൾക്കും പറയാനുണ്ട്. നിങ്ങളോട് പലരും പറഞ്ഞു തരും, പറ ഉസ്താദുമാരെ പറ എന്ന് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിൽ വീണ് നിങ്ങൾ ഞങ്ങളെ കൊണ്ട് കുറ്റം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയാനുള്ളവർ തന്നെയാണ്. എല്ലാവരെ കൊണ്ടും പറയണം. ആണുങ്ങൾ എന്തെല്ലാം കോപ്പറായങ്ങൾ കാട്ടുന്നു, ആണുങ്ങൾ എന്തെല്ലാം കാട്ടിക്കൂട്ടുന്നു, ഇതൊന്നും നിങ്ങൾ പറയുന്നില്ല. ആണുങ്ങളെ എന്ന് 100 വട്ടം നിങ്ങൾ സദസ്സൊന്നും ആയാലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അത് നിങ്ങൾ പറയാൻ പറ്റുന്നില്ല. ഞങ്ങളെപ്പോലത്തെ തള്ളച്ചിമാരെ കൊണ്ട് തള്ളച്ചി എന്നും പറഞ്ഞ് പല ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വന്ന് ഞങ്ങളെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങൾ അതിന് പ്രതികരിക്കും. ഞങ്ങൾക്ക് എന്താ ഇറങ്ങരുത്? ഞാനല്ലേ എന്നാലും മുടി കാണിക്കുന്നുള്ളൂ.
എത്ര എത്ര ഉമ്മാറുണ്ട്, അത്രയും തലയെ തട്ടിട്ട് അമറിൽ നടന്ന് പാട്ട് പാടുന്നു, കൂട്ടുമ്പൊക്കൂട്ട് പാടുന്നു. എന്നിട്ടോ നിങ്ങൾ എന്തെല്ലാം അവരെ പറ്റി പറയുന്നു? നിങ്ങളാരും മാധ്യമത്തിൽ കണ്ടിട്ടല്ല. പല ആൾക്കാരും നിങ്ങളെ വാട്സപ്പിൽ അവിടെയും ഇവിടെയും കട്ട് ചെയ്ത്, അവിടെയും കട്ട് ചെയ്ത് ചില ഭാഗങ്ങൾ നിങ്ങളെ വാട്സപ്പിൽ ഇട്ട് തന്നിട്ട് പറവസ്താതെ 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 എന്ന് പറയിപ്പിക്കുന്നതല്ലേ നിങ്ങളാ. വിഷമമുണ്ട് കേൾക്കുമ്പോൾ. അതുകൊണ്ട് തട്ടമിട്ട് എന്തും ചെയ്യാന്നല്ല. ഈ തട്ടമിട്ട് ഞങ്ങളൊന്ന് ഡാൻസ് കളിക്കുമ്പോൾ നിങ്ങൾ പറയലല്ല. ബാല്യക്കാലത്ത് കുട്ടികൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത കുട്ടികളുണ്ടോ? നിങ്ങൾ രക്ഷിതാക്കളെ നിങ്ങൾ വന്ന് പറയുന്നുണ്ടല്ലോ, പെണ്ണേ ആലാലല്ലേ, അറാമല്ലേ, സ്വർഗമ്മാണ്ടേ, നരകമ്മാണ്ടേ, കുറ്റയല്ലേ, അറാമില്ലേ, വീട്ടിലാളില്ലേ, നാട്ടിലാളില്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ടല്ലോ. നിങ്ങളെ പെൺകുട്ടികൾ എവിടെയാണുള്ളത്? നിങ്ങളെ പെൺകുട്ടികൾ ഇൻസ്റ്റാഗ്രാം ഒന്ന് മുങ്ങി തപ്പുന്നില്ലേ? പലാക്കും ശരീരഭാഗങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് എന്തെല്ലാം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നു നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങളെ മക്കളെ കയ്യിൽ നിന്ന് ഫോൺ ആദ്യം വാങ്ങ്. നിങ്ങളെ മക്കളെ നിങ്ങൾ ആദ്യം അടക്ക്, എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരാം. മനസ്സിലാകുന്നുണ്ടോ? എനിക്കാരെയും നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് ആളിപ്പം വീഡിയോസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരാളെ പറ്റിയിട്ടും വീഡിയോസ് ഞാൻ ചെയ്യലില്ല. അഥവാ ആരെങ്കിലും മറ്റുള്ളവരെ കൊണ്ട് കുറ്റം പറഞ്ഞ് വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെ ഫോട്ടോ വെച്ച് ഞാൻ അവരെ എന്തിനാണ് നിങ്ങൾ കുറ്റം പറയുന്നത് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് നല്ലത് പറഞ്ഞിട്ടേ ഞാൻ വീഡിയോസ് ചെയ്യലുള്ളൂ. ഇപ്പം യൂട്യൂബിലുള്ള സകല ആളും എൻ്റെ ഫോട്ടോസ് വെച്ചിട്ട് അവർ ഡോളർ ഉണ്ടാക്കുന്നു. എൻ്റെ ഈ മുഖത്തിന് അത്ര സൗന്ദര്യമുണ്ട്, അത്ര ബർക്കത്തുണ്ട്. എൻ്റെ ഫോട്ടോ വെച്ച് വീഡിയോസ് ചെയ്തവർക്ക് എല്ലാവർക്കും ലക്ഷക്കണക്കിന് വ്യൂസുകള്, നല്ല നല്ല ഡോളറുകൾ, ഒരുപാട് ഡോളറുകൾ കയറുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും ആൾക്കാർ വീഡിയോസ് ഇടും. നിങ്ങൾ പണം ഉണ്ടാക്കിക്കോളി. പക്ഷെ ഞാൻ പറഞ്ഞത് കാണിച്ചു കൊടുത്തിട്ട് വീഡിയോ പണം ഉണ്ടാക്കണം. നിങ്ങൾ പറഞ്ഞത് കാണിച്ചു കൊടുത്തിട്ട് വീഡിയോ പൈസ ഉണ്ടാക്കണം നിങ്ങൾ കേട്ടോ. അപ്പോൾ ഈ തട്ടമിട്ടിട്ട് എന്തും ചെയ്യാ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. തട്ടമിട്ടിട്ട് മാത്രമാണോ പർദ്ദയും കണ്ണു മാത്രം കാണിച്ച് നടക്കുന്ന മുഖത്ത് കെട്ടുന്ന ഹിജാബ് അതോട്ട് നടന്നിട്ട് എന്തെല്ലാം കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്നു? അതിനൊന്നും നിങ്ങൾ പറയുന്നില്ലേ? അതെല്ലാം കാട്ടാം. അതെല്ലാം ആണുങ്ങളായിരിക്കും കാട്ടുന്നത്. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ഭയങ്കര ദീനാണല്ലോ. ഈ പർദ്ദയും ഇട്ട് മുഖവും മറിച്ച് നടന്ന ഓള് സ്വർഗത്ത് തന്നെ. പർദ്ദേന്റെയും മക്കനിന്റെ ഉള്ളിൽ എന്തിനാ ഓൾ അതിട്ട് പോകുന്നത്? ഓൾ എന്തെന്നാ അതിൻ്റെ ഉള്ളിൽ കാട്ടിക്കൂട്ടുന്നെന്ന് ആർക്കും അറിയണ്ട, ആർക്കും നോക്കണ്ട. എന്നാ ഞാനും പോയി തരാം. അങ്ങനെ പർദ്ദയും മക്കനെയും ഹിജാബും ഇട്ടിട്ട് എനിക്കും പോകാൻ രംഗത്തിറങ്ങാം. എനിക്ക് പലതും പലതും കാട്ടാ, ഒരുപാട് പണം ഉണ്ടാക്കാം. നിങ്ങളാരെയും പേടിച്ചിട്ടല്ല. എൻ്റെ അല്ലാഹുവിനെ, എൻ്റെ മുത്തുനബീനെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അത് മാത്രം പേടിച്ചുകൊണ്ടാണ് ഞാൻ പോകാത്തത് കേട്ടോ. എനിക്കതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞതിനുള്ള കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണങ്ങളാണ്. ഇനിയിപ്പോൾ ഈ വീഡിയോസും അവിടെ ഇവിടെ കട്ടാക്കി ആ ഭാഗം പോക്കി ഇവിടെ പോക്കി പർദ്ദയിട്ട് ഞാനും പോകൂ, അങ്ങനെയുള്ള എല്ലാം ഭാഗം മാത്രം എടുത്തുകൊണ്ട് ഇപ്പം അവർ ആ വീഡിയോസ് ചെയ്യും. നിങ്ങൾ ചെയ്ത് പൈസ ഉണ്ടാക്കിക്കോളി. പക്ഷേ മേലെ കിടക്കുന്ന റഹ്മാൻ മുസ്ലിങ്ങളെ ഇത് ചെയ്യുള്ളൂ. അതുകൊണ്ട് മുത്തുനബീനെ അള്ളാഹുവിനെയും ഭയപ്പെടുമെങ്കിൽ നിങ്ങളത് കാട്ടൂല, നിങ്ങൾ വീഡിയോസ് ചെയ്യൂല. നിങ്ങൾ തന്നെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് ചില ഭാഗങ്ങൾ മാത്രം കാട്ടിക്കൊണ്ട് മുസ്ലിങ്ങളെ നിങ്ങൾ പൈസ ഉണ്ടാക്കിക്കോളി, നിങ്ങൾ ഡോളർ ഉണ്ടാക്കിക്കോളി. പക്ഷേ അള്ളാഹു കാണുന്നുണ്ട്, ഇതെല്ലാം അള്ളാഹു കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കോളി നിങ്ങൾ കേട്ടോ. ഇൻഷാ അല്ലാഹ് പറയാൻ ഒരുപാട് വാക്കുകളുണ്ട്. പുതിയ വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വരാം. ഞാൻ ആരെയും വിഷമിപ്പിക്കും പറഞ്ഞല്ല. ഞാൻ തട്ടമിട്ട് തുള്ളിയതിനാണ്. തട്ടമിട്ടാൽ എന്തും കാട്ടിക്കൂട്ടാന്ന് എന്നെപ്പോലത്തെ കൊണ്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പർദ്ദയുടെ കാര്യം പറയേണ്ടിയിട്ട് പറഞ്ഞതല്ല കേട്ടോ. അതുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ പറയണം. നല്ല കാര്യങ്ങൾ അത് ആണിനെ കൊണ്ടും പറയണം, പെണ്ണിനെ കൊണ്ടും പറയണം. നിങ്ങൾ ആണിനെ കൊണ്ടും പെണ്ണിനെ കൊണ്ടും പറയണം. 24 മണിക്കൂർ ടച്ച് ഫോൺ നീക്കി പല പെണ്ണുങ്ങളെ ശരീരഭാഗങ്ങളും പെണ്ണുങ്ങളെയും കണ്ടുകുത്തിരിക്കുന്ന ആണുങ്ങളെ പല എല്ലാ ഭാഗങ്ങളും സൗന്ദര്യങ്ങളും ആസ്വദിച്ച് കുത്തിരിക്കുന്ന പെണ്ണുങ്ങളെ സ്വർഗം നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങളോട് അള്ളാഹു ചോദിക്കൂലേ? നിങ്ങളോട് അള്ളാഹു പറയൂലേ? ആരോട് പറയാൻ, എന്ത് പറയാൻ, ആര് കാട്ടാൻ, ആര് സ്വീകരിക്കാൻ? ഓക്കെ മക്കളെ, ബൈ.